റോക്സ് ഡി സെബക് വേഴ്സസ് ഗോൾഡി റോജർ. ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കും? എൻ്റെ അഭിപ്രായത്തിൽ പൈററ്റ് കിങ് റോജർ ഗോഡ് വാലിയിലെ റോക്സിനേക്കാൾ വളരെയധികം പവർഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഗോഡ് വാലിയിലെ റോക്സിനെ ഡിഫീറ്റ് ചെയ്യാൻ ഗാർപ്പിനും റോജറിനും കൂടെയും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വന്നുവെന്ന്. ഗോഡ് വാലിയിലെ ഈ ഫൈറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം റോജറും ഗാർപ്പും ഫൈറ്റ് ചെയ്തത് ഒരു ഡോമി റിവേഴ്സ്ഡ് ആയ റോക്സിനെയാണ്. അതുകൊണ്ട് തന്നെ ഈ വേർഷൻ ഓഫ് റോക്സ് സാധാരണ റോക്സിനേക്കാൾ വളരെയധികം സ്ട്രോങ്ങർ ആയിരുന്നു. അതുകൊണ്ടാണ് ഗാർപ്പിനും റോജറിനും ഒറ്റയ്ക്ക് റോക്സിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. നമ്മൾ ഫ്ലാഷ് ബാക്ക് നോക്കിയാൽ മനസ്സിലാവും, റോജറും റോക്സും ഓൾമോസ്റ്റ് ഒരു റൈവൽസിനെ പോലെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റോജറും റോക്സും തമ്മിൽ അത്ര വലിയ പവറിന്റെ ഡിഫറൻസ് ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ആ സമയത്ത് റോക്സ് ആയിരുന്നു റോജറിനേക്കാൾ കുറച്ചും കൂടെയും സ്ട്രോങ്ങർ. ഇത് ഗോഡ് വാലിക്ക് മുമ്പുള്ള റോജറിനെയും റോക്സിനെയും കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഗോഡ് വാലിക്ക് ശേഷം 13 വർഷം കഴിഞ്ഞിട്ടാണ് റോജർ പൈററ്റ് കിങ് ആവുന്നത്. ഗോഡ് വാലിക്ക് മുമ്പ് വരെ റോജറിന് ഓൾമോസ്റ്റ് റോക്സിന്റെ അത്രയും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ റോജർ പൈററ്റ് കിങ് ആയപ്പോഴത്തേക്കും റോജർ എങ്ങനെ പോയാലും റോക്സിനേക്കാൾ പവർഫുൾ ആയിട്ടുണ്ടാവും. റോജർ മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഗാർപ്പും വൈറ്റ് ബിയർഡും റോക്സിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. സോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, റോക്സ് ജീവനോടെ ഇരുന്നിരുന്നെങ്കിൽ റോക്സ് റോജറിനെയും ഗാർപ്പിനെയും വൈറ്റ് ബിയർഡിനേക്കാൾ സ്ട്രോങ്ങർ ആവില്ലേ എന്ന്. 100% സ്ട്രോങ്ങർ ആവുമായിരുന്നു. പക്ഷേ റോക്സിനെ അത്രയ്ക്കങ്ങ് വളരാൻ ഈമുവും വേൾഡ് ഗവൺമെന്റും അനുവദിച്ചില്ല. അതുകൊണ്ടാണ് റോക്സിനെ ഗോഡ് വാലി വെച്ച് തന്നെ ഇല്ലാണ്ടാക്കിയത്. സോ അതുകൊണ്ട് അറ്റ് ദ കറന്റ് സിറ്റുവേഷൻ പൈററ്റ് കിങ് റോജർ ഈസ് സ്ട്രോങ്ങർ ദാൻ റോക്സ് ഡി സെബക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.